അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 107-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ കാലത്ത് എഴുതിയതാണെന്ന് പറയുന്നെങ്കിലും ആരെഴുതിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ച് പ്രതിസന്ധികളിൽപ്പെട്ട് വലഞ്ഞലഞ്ഞ അവരുടെ കഷ്ടതയിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും രക്ഷിച്ച് കൂട്ടിച്ചേർത്ത് പാർപ്പാൻ തക്ക പട്ടണത്തിൽ അവരെ എത്തിച്ചവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 107-ാം സങ്കീർത്തനം. പഴയ നിയമ ഇസ്രായേൽ മക്കളും പുതിയ നിയമ ഇസ്രായേൽ മക്കളായ നാമും എവിടെയായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ കണ്ടെത്തിയത് എന്ന് ചിന്തിക്കുവാൻ ഈ സങ്കീർത്തനം നമുക്ക് ജ്ഞാനം തരുന്നു. ഒരു ദൈവമകനും ദൈവമകളും ഇപ്പോൾ ഏത് പ്രതിസന്ധിയിൽ കൂടി യാത്ര ചെയ്യുന്നുവോ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം ഇന്നും ശക്തനാണ് എന്ന് 107-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്ത് കർത്താവ് നമ്മെ ഓരോരുത്തരെയും നാം അവനറിയാതിരുന്നപ്പോൾ പോലും ഭയാനകമായ പ്രതിസന്ധിയിൽ നിന്നുമാണ് രക്ഷിച്ചത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നും അവനിലൊരു മാറ്റവും വന്നിട്ടില്ലെന്നുമുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. കാരണം കഴിഞ്ഞ കാലത്ത് നമ്മെ രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്തവനായ യേശു ഒരു മാറ്റവുമില്ലാത്തവനായി നമ്മോടുകൂടെ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും മാത്രമല്ല നമ്മെ അവൻ രക്ഷിക്കുന്നത്, നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും യേശു ശക്തനാണ്. ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപപ്രവൃത്തികൾക്കും പിന്നിൽ ദുരാത്മാക്കളുടെ പ്രവർത്തനമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മെക്കൊണ്ട് പാപം ചെയ്യിച്ച് നമ്മിൽ നിന്നും ദൈവത്തെ പുറത്താക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ചുക്കാൻ പിടിക്കുവാനാണ് സാത്താൻ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ അതുകൊണ്ടെന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവന് ഒരു ശരീരമില്ല എന്നുള്ളതാണ്. നാം പാപം ചെയ്താൽ അവന് വസിക്കുവാൻ നമ്മുടെ ഹൃദയം ലഭിക്കും. കാരണം പാപം ചെയ്യുന്ന വ്യക്തി ശാപഗ്രസ്തനായതിനാൽ ശാപം നമ്മിൽ നിന്നും നീക്കാതിരുന്നാൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയാതെ വരുന്നു. യോശുവ 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ മോശയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. യെരിഹോ കോട്ട പിടിച്ചടക്കിയ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത നിയമം, ആ രാജ്യത്തു നിന്നും ഒരു നന്മയും ഇസ്രായേൽ പാളയത്തിലേക്ക് കൊണ്ടുവരരുത്. ആ രാജ്യക്കാർ വലിയ പാപികൾ ആയതിനാൽ നിങ്ങൾ ആ പ്രദേശം നശിപ്പിച്ച് തീ വെച്ച് ചുട്ടുകളയണം. അവിടെ നിന്നും ശാപഗ്രസ്തമായ ഒരു നന്മയും എടുക്കരുത്. ഇതായിരുന്നു നിയമം. എന്നാൽ ആകാൻ ചില കാര്യങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ച് തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്. അതുമൂലം ഇസ്രായേൽ മുഴുവനും ശാപഗ്രസ്തനായി തീർന്നു. അതിൻ്റെ അനന്തരഫലമോ ഇസ്രായേൽ ജനം ഹായി എന്ന ചെറിയ ഒരു രാജ്യത്തിൽ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ അവർ അവിടെ പരാജയപ്പെട്ടു എന്ന് യോശുവ 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരിഹോ പട്ടണം വലിയ മതിലും ശക്തന്മാരായ പട്ടാളക്കാർ ഉള്ള ഒരു പട്ടണമായിരുന്നു. ആ പട്ടണം ഇസ്രായേൽ മക്കൾ പിടിച്ചടക്കി. എന്നാൽ വളരെ ചെറിയ പട്ടണമായ ഹായിയിലേക്ക് യുദ്ധം ചെയ്യുവാൻ ചെന്ന ഇസ്രായേൽ മക്കൾ തോറ്റു ഓടേണ്ടി വന്നു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ മക്കൾ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്നും തോറ്റോടി. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശെബാരിയും വരെ പിന്തുടർന്ന് മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. യോശുവ 7-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. ഈ വലിയ തോൽവി മൂലം ആണ് യെരിഹോ പട്ടണത്തിൽ വലിയ ജയം നേടിയ യോശുവ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നത്. അതും ചെറിയ ഒരു രാജ്യമായ ഹായി എന്ന പട്ടണത്തിൽ പരാജയപ്പെട്ടുകൊണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. യെരിഹോ എന്ന പട്ടണം വലിയതും കോട്ടമതിലുകൾ ഉള്ളതും കാവൽക്കാർ കോട്ടയ്ക്ക് കാവൽക്കാത്ത് നിൽക്കുന്നതും ശക്തന്മാരായ പടയാളികൾ ഉള്ളതും ആയ ശക്തമായ രാഷ്ട്രമാണ്.
ആ പട്ടണം പിടിക്കുവാൻ പോകുന്ന സമയത്ത് ജനം എല്ലാവരും വിശുദ്ധർ ആയിരുന്നു. എങ്ങനെയെന്നാൽ ദൈവം അവർക്ക് യെരിഹോ കോട്ട പിടിക്കുന്നതിനായി നൽകിയിരുന്ന മാർഗനിർദ്ദേശങ്ങളും കൽപ്പനകളും കൃത്യമായി അവർ അനുസരിച്ചു. യോശുവ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ യോർദാൻ കടക്കുന്നതിന് മുമ്പ് ആദ്യം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുൻപിൽ നടക്കണം എന്നും പെട്ടകത്തിന് പിന്നാലെ 2000 മുഴം അകലത്തിൽ ജനം നടക്കണമെന്നും യഹോവ യോശുവയോട് കൽപ്പിച്ചു. ജനം അത് കൃത്യമായി അനുസരിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ തീരം കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വെള്ളത്തിൽ മുട്ടിയപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നുവെന്ന് യോശുവ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനം ആ കൽപ്പന കൃത്യമായി അനുസരിച്ചു. വീണ്ടും യഹോവ യോശുവയോട് കൽപ്പിക്കുകയാണ്, നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടയണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തരും നേരെ കയറുകയും വേണം. യോശുവ 6-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. എന്താണോ യഹോവ യോശുവയോട് കൽപ്പിച്ചത് അവനത് കൃത്യമായി ചെയ്തു. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ വീണു. ജനം ഓരോരുത്തരും നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. യോശുവ 6-ാം അധ്യായം 20-ാം വാക്യമാണ് നാം കേട്ടത്. ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോർത്ത് അലക്ഷ്യമാക്കാതെ ജനം അനുസരിച്ചു. അതുകൊണ്ട് തന്നെ യെരിഹോവിൽ ഇസ്രായേൽ ജനം വൻ വിജയം നേടി. ചുരുക്കി പറഞ്ഞാൽ യെരിഹോ പട്ടണം പിടിക്കുവാൻ ഇസ്രായേൽ ജനം പോയത് ഓരോ നിമിഷവും യഹോവയുടെ ആലോചന ചോദിച്ച് അവൻ്റെ ആലോചന അനുസരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധവീരനായ യഹോവ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുകയും ജയം ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു. യെരിഹോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് ഒറ്റുകാരെ അയച്ചതുപോലെ ഹായി പട്ടണത്തിലേക്കും അയച്ചിരുന്നു. യെരിഹോ പട്ടണത്തിൽ ഒറ്റുകാർ പോയി മടങ്ങി വന്നപ്പോൾ അവർ യഹോവയുടെ അരുളപ്പാടിനായി കാത്തിരുന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാത്രമാണ് യാത്ര ചെയ്തത്. എന്നാൽ ഹായി പട്ടണത്തിൽ ഒറ്റുകാർ ചെന്നു ഒറ്റുനോക്കി മടങ്ങി വന്നു പറഞ്ഞത് ജനം എല്ലാം പോകണമെന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-മോ 3000-മോ പടയാളികൾ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട. ഹായി നിവാസികൾ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. യോശുവ 7-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇവിടെ സംഭവിച്ചത് അവർ യഹോവയുടെ അരുളപ്പാടിന് കാത്തു നിന്നില്ല. അവർ അവരുടെ സ്വന്തം വിവേകത്തിൽ ഊന്നി അവർ യഹോവയുടെ അരുളപ്പാടിന് യഹോവയുടെ ആലോചനയ്ക്ക് കാത്തിരുന്നെങ്കിൽ യഹോവ ആഗാന്റെ പാപം വെളിപ്പെടുത്തുകയും അതിന് പരിഹാരം വരുത്തിയിട്ട് ഇനി യുദ്ധത്തിന് പോയാൽ മതിയെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട് അവർ യഹോവയുടെ ആലോചനയ്ക്ക് കാത്തു നിൽക്കുകയോ ദൈവാലോചന ചോദിക്കുകയോ ചെയ്തില്ല? അതിൻ്റെ കാരണം 107-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു എന്നാണ് 107-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ വാക്യം ഇംഗ്ലീഷ് NIV വെർഷനിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Some became fools through their rebellious ways and suffered afflictions because of their iniquities. അവരുടെ അനുസരണക്കേട് നിമിത്തവും മത്സര സ്വഭാവ നിമിത്തവും അവർ ബുദ്ധിഹീനരാവുകയും അവരുടെ പാപനിമിത്തം അവർ കഷ്ടത്തിലാവുകയും ചെയ്തു എന്ന് സാരം. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു എന്ന 119-ാം സങ്കീർത്തനം 98-ാം വാക്യത്തിലും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു എന്ന് 119-ാം സങ്കീർത്തനം 100-ാം വാക്യത്തിലും നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനം 130-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹായി പട്ടണത്തിൽ അവർ പരാജയപ്പെട്ടത് ദൈവകൽപ്പന ലംഘിച്ച് ആകാൻ എന്ന ഒരു മനുഷ്യൻ യെരിഹോ പട്ടണത്തിൽ നിന്നും എടുക്കരുതെന്ന് യഹോവ കൽപ്പിച്ച ശാപം പിടിച്ച അല്പം വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്ന് തൻ്റെ കൂടാരത്തിൽ കുഴിച്ചിട്ടതാണ്.
അവൻ ചെയ്ത പാപം എല്ലാ ഇസ്രയേലിനെയും ബാധിച്ചു. അവരുടെ ലീഡറായ യോശുവയുടെയും സകല പടയാളികളുടെയും ജ്ഞാനം അവരുടെ പാപവും ശാപവും നിമിത്തം നഷ്ടമായി. അവർ ഇപ്പോൾ യഹോവയുടെ അരുളപ്പാട് ചോദിക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ മന്ദബുദ്ധികളെപ്പോലെ ഹായി പട്ടണത്തിലേക്ക് പോവുകയും തോറ്റ് തുന്നം പാടി മടങ്ങി വരികയും ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ദൈവത്തെ അനുസരിച്ചാൽ അവൻ നമുക്ക് നല്ല ബുദ്ധി തരും. നാം ഏത് വഴിയിൽ കൂടി നടക്കണമെന്ന് അവൻ നല്ല ഉപദേശം തരും. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മിൽ ഏതെങ്കിലും പാപം മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി യേശുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് വേണ്ടത്. നമ്മിൽ പാപമുണ്ടെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളും ബുദ്ധിഹീനരുടേതിന് തുല്യമായിരിക്കും. കാരണം നാം പാപം ചെയ്താൽ സാത്താൻ നമ്മിൽ പ്രവേശിക്കും എന്നതാണ് അതിന് കാരണം. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യേശുവിൻ്റെ രക്തത്താൽ യേശു നമ്മെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. സർ ജെയിംസ് സിംപ്സൺ അനേകം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവാണ്. 1847 ബോധം കെടുത്തുന്നതിനുള്ള ക്ലോറോഫോം എന്ന മരുന്ന് കണ്ടുപിടിച്ചതോടെയാണ് അദ്ദേഹം ലോകപ്രസിദ്ധനായത്. സിംപ്സന്റെ അവസാന നാളുകളിൽ ഒരു യുവശാസ്ത്രജ്ഞൻ സിംപ്സന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പ്രകാരമായിരുന്നു: ഞാൻ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഞാനൊരു മഹാപാപിയാണെന്നും കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ രക്ഷകനാണ് എന്നതുമാണ് ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് 1 തിമോത്തിയോസ് 1:15 രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നാം യേശുവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായും നമുക്ക് യേശു പാപക്ഷമ തരികയും നമ്മുടെ ഹൃദയത്തിൽ യേശു ഭരണം തുടങ്ങുകയും ചെയ്യും. യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സാത്താന്യ ശക്തിയിൽ നിന്നും സകലവിധ പാപത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും യേശു നമ്മെ രക്ഷിക്കും. ഒരു മണ്ടത്തരവും നാം ചെയ്യാതെ വണ്ണം യേശു നമ്മുടെ കാലടികളെയും നാവിനെയും ആദരങ്ങളെയും നമ്മുടെ ബുദ്ധിയെയും പരിപാലിക്കും. ആകയാൽ ബൈബിൾ വായിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ നല്ല മക്കളായി ജീവിക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവന അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. ആരെങ്കിലും സാമ്പത്തികമായി ഞെരുങ്ങുന്നെങ്കിൽ അങ്ങ് അവരുടെ സാമ്പത്തിക ക്ലേശം മാറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.